വന്ദേ ഭാരത് ട്രെയിൻ ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസമായി ഓടിത്തുടങ്ങുന്ന വാർത്ത തീർത്ഥാടകരുടെ സൗകര്യം കണക്കിലെടുത്ത് കേരളത്തിന് അനുവദിച്ച ശബരിമല സ്പെഷ്യൽ ട്രെയിൻ പാലക്കാട് ഉടൻ എത്തും. വൻ സ്വീകരണം നൽകാൻ ഒരുങ്ങി ബിജെപി പ്രവർത്തകർ തയ്യാറായി നിൽക്കുകയാണ്. അരുൺ ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ എത്തിച്ചേരാൻ ഒരുങ്ങുകയാണ്. വലിയ ആഘോഷത്തിലാണ്. കാരണം യാത്രാ ദുരിതം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി. എങ്ങനെ നോക്കിക്കാണാം? ശബരിമല പ്രത്യേക ട്രെയിൻ പാലക്കാട്ടേക്ക് കേരളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ് കേരളത്തിന് അനുവദിച്ച ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിനിനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ബിജെപി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4:30 പുറപ്പെട്ട ട്രെയിൻ വൈകിട്ട് 4:15 കോട്ടയത്ത് എത്തുക. ശബരിമല ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്താണ് കേരളത്തിലെ നരേന്ദ്രമോദി സർക്കാർ സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചത്. 25 വരെയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15, 17, 22, 24 തീയതികളിലായി 4 ദിവസത്തെ സർവീസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളി, ഞായർ ദിവസങ്ങളിൽ ചെന്നൈയിൽ നിന്ന് രാവിലെ 4:30 പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 4:15 കോട്ടയത്ത് എത്തും. ശനി, തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 4:40 കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 5:15 ചെന്നൈയിലെത്തും. ഏതായാലും ശബരിമലയുടെ അയ്യപ്പ ഭക്തരുടെ ഈ ഒരു തിരക്ക് കണക്കിലെടുത്ത് ഈ വന്ദേ ഭാരതിന് പുറമെ ആന്ധ്രയിലെ കൊച്ചുവേളിയിൽ നിന്ന് കൊല്ലത്തേക്കും പ്രത്യേക ട്രെയിൻ സർവീസ് റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 11:45 കച്ചക്കുടിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 3-ാം ദിവസം കൊല്ലത്തെത്തും. ഡിസംബർ 18, 25, ജനുവരി 1, 8, 15 തീയതികളിലാണ് സർവീസ്. അതുപോലെ തന്നെ ഡിസംബർ 20, 27, ജനുവരി 3, 10, 17 തീയതികളിൽ കൊല്ലത്ത് നിന്ന് തിരിച്ച് കൊച്ചുവേളിയിലേക്ക് പോകുന്ന പ്രത്യേക ട്രെയിനും ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അയ്യപ്പ ഭക്തർക്ക് വേണ്ട വിവിധങ്ങളായ സൗകര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, വന്ദേ ഭാരത് ട്രെയിൻ രാജ്യത്ത് തന്നെ റെയിൽ ഗതാഗതത്തിൽ ചരിത്രകരമായ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച ഒന്നാണ് വന്ദേ ഭാരത് ട്രെയിൻ എന്നുള്ളത്. കാരണം വന്ദേ ഭാരതിന്റെ വരവോടുകൂടെ തന്നെ വലിയ രീതിയിൽ റെയിൽ ഗതാഗതം മെച്ചപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ആളുകൾക്ക് സുഗമമായി തന്നെ യാത്ര ചെയ്യുന്നതിനും മറ്റുമെല്ലാം ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നു. കേരളത്തിൽ പോലും നരേന്ദ്രമോദി സർക്കാർ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും മറ്റും നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ആ 2 വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പുറമെയാണ് ഇപ്പോൾ ഒരു വന്ദേ ഭാരത് ട്രെയിൻ കൂടെ നൽകിയിരിക്കുന്നത്. അതായത് ഇങ്ങനെ ശബരിമല ഭക്തരുടെ ഒരു സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രെയിൻ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന 3 മിനിറ്റാണ് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നു. അരുൺ പറഞ്ഞ പോലെയാണ് ശബരിമല യാത്രക്കാരുടെ യാത്രാക്ലേശം കുറയ്ക്കാൻ മാത്രമല്ല അവധി അടുത്തു വരുന്ന സമയത്ത് ചെന്നൈയിൽ നിന്നുള്ള യാത്രക്കാർക്കും വലിയ സഹായമാകുമല്ലോ. കാരണം ചെന്നൈ പാലക്കാട് റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് എന്നത് യാത്രക്കാരുടെ ശക്തമായ ആവശ്യമായിരുന്നല്ലോ കുറെ കാലമായി. നമുക്കറിയാം, ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം ഭക്തർ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെയാണ്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവും അധികം സന്നിധാനത്തേക്ക് എത്തുന്നത് എന്ന് സംശയം കൂടാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒഴുക്കാണ് നമുക്ക് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീർത്ഥാടകർക്ക് വലിയ അനുഗ്രഹമായി ഈ ട്രെയിൻ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബിജെപിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിന് വലിയ സ്വീകരണം നൽകിയിരിക്കുന്നു. ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് ചേരുകയാണ്. വന്ദേ ഭാരത് ഈ അയ്യപ്പ ഭക്തർക്ക് എതിരെ വലിയ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വലിയ പരാജയമായി. അത് ഭക്തർക്ക് വലിയൊരു ദുരിതം ഉണ്ടാകുന്ന ഒരു കാലത്താണ് ഭക്തർക്ക് വലിയ അനുഗ്രഹമായിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിൽ പ്രത്യേക ട്രെയിൻ ഉൾപ്പെടെ നൽകുന്നത്. ശബരിമല സീസൺ പ്രമാണിച്ച് ചെന്നൈ കോട്ടയം വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ സ്വീകരണം ബിജെപി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ട്രെയിനിന് ലഭിക്കുന്നു.
വൃദ്ധന്മാരടക്കം ഒരു ആശ്രയമില്ലാതെ അവരൊക്കെ ചെറിയ കുട്ടികൾ മരിച്ചു വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കേരള സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ചെയ്യുന്നില്ല. നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ സംവിധാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. വളരെ വലിയൊരു ആശ്വാസമാണ് ഈ ഒരു സ്പെഷ്യൽ ട്രെയിനുകൾ. വന്ദേ ഭാരത് ഒരാഴ്ചയിൽ 2 വന്ദേ ഭാരതാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്. അതുപോലെ നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദിജി, അതുപോലെ തന്നെ റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയൊരു ആശ്വാസമാണ് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്.